ഓക്കെ ഗായ്സ്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലൊക്കെ ഫൈനലി എന്തായാലും പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കുറേ ദിവസം നമ്മൾ കാത്തിരിക്കണ ഒരു അപ്ഡേറ്റുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലാണെങ്കിൽ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിലൊക്കെ എന്തായാലും കുറേ സാധനങ്ങളൊക്കെ ആഡായിട്ട് എന്തായാലും ഉണ്ട്. പുതിയൊരു കാർ ആഡായിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ ആഡായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മുടെ ഗെയിമിൽ എന്തായാലും നമ്മുടെ ഒരു ലംബോർഗിനിയുടെ ഒരു കാറും ആഡായിട്ടാണ്. അത് ഏതാണ് വണ്ടി എന്ന് വെച്ചാൽ കേസ് നമ്മുടെ ലംബോർഗിനിയുടെ സിയാന് കേരളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലംബോർഗിനി സിയാൻ്റെ കോഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആ ഒരു ലംബോർഗിനിയുടെ സിയാൻ്റെ കോഡ് 2189. ഓക്കെ, 2189 അടിക്കണമെങ്കിൽ നമ്മുടെ ലംബോർഗിനിയുടെ സിയാനുകളൊക്കെ എന്തായാലും ആഡാവും വരുന്നതാണ് ഇവിടെ എന്ന് വെച്ചാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ലംബോർഗിനി സിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ ഗെയിമിലൊക്കെ എന്തായാലും 700 അടിക്കുകയാണെങ്കിൽ നമ്മുടെ ലംബോർഗിനിയുടെ വെനേനോ സ്പോൺ ആവുന്നതാണ്. അതായത് V2. ഒക്കെ ഈ ഗെയിമിൽ ഇട്ടിരിക്കുന്ന പേരാണ് V2, അല്ലാതെ ഇതിൻ്റെ പേര് വെനേനോ ആവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലൊക്കെ ലംബോർഗിനി ഹുറാക്കനും കൂടെ ഉണ്ട്. ഹുറാക്കൻ്റെ കോഡെന്ന് വെച്ചാൽ 4-3 അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലംബോർഗിനി ഹുറാക്കനുകളൊക്കെ എന്തായാലും സ്പോൺ ആവുന്നതാണ്. ഓക്കെ, 3-3-3-3. ഓക്കെ, 4-3 അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലംബോർഗിനി ഹുറാക്കനും കൂടെ ആഡ് ആവുന്നതാണ്. പിന്നെ ഒരു ലംബോർഗിനി കൂടെ ഉണ്ട്. ടോട്ടൽ അവിടെ 4 എണ്ണമാണുള്ളൂ. ഓക്കെ, അതിൻ്റെ കോഡ് 2 വെച്ചാൽ. ഓക്കെ, ഈ 2 അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലംബോർഗിനിയുടെ ടെർസകളൊക്കെ എന്തായാലും സ്പോൺ ആവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന 4 ലംബോർഗിനി കാറുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൽ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഏറ്റവും പുതിയതായിട്ട് വന്നു വെച്ചാൽ നമ്മുടെ ലംബോർഗിനി സിയാനാണ്. ഇതിൻ്റെ കോഡ് ഒരിക്കൽ കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം അറിഞ്ഞിടാത്തവർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഡുകളൊക്കെയാണ് 2189 ആണ് ഈ വണ്ടിയുടെ കോഡ് കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഏതാണ് നമ്മുടെ RGB കളറല്ലേ, RGB കളറിനൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സാധാരണ വണ്ടിക്കൊക്കെയാണ് നോർമലായിട്ട് ഇങ്ങനെ കത്തുന്ന ഒരു ലൈറ്റാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഈ ഒരു ലംബോർഗിനി വെനയിലാണെങ്കിൽ കത്തിച്ച് കാണിച്ചു തരാം. കണ്ടേ, ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പിലാണ് കത്തണത്. പക്ഷേ ഈ വണ്ടിയുടെ RGB ലൈറ്റാണ് ഇങ്ങനെയാണ് കത്തണത്. നല്ല രസമാണ് കാണാനായിട്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലൊക്കെ ഓൾറെഡി ഉള്ള ഒരു ഫ്യൂച്ചറുകളൊക്കെയാണ് നമ്മുടെ സൂപ്പർ ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളാണെങ്കിൽ 1-2-16 അടിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു സൂപ്പർ ജമ്പുകളൊക്കെ എന്തായാലും വരുന്നതാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ സൂപ്പർ ജമ്പിൽ ഇപ്പോൾ എന്തായാലും ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ട് എന്തായാലും ഉണ്ട്. ചെറിയൊരു സംഭവങ്ങളൊക്കെ എന്തായാലും അത് മാറിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ 1-2-1-6. ഓക്കെ, അതായത് 12-16 അടിക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ജമ്പുകളൊക്കെ എന്തായാലും ആക്ടിവേറ്റ് ആവുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ ജമ്പുകളൊക്കെ ചെയ്യണമെങ്കിൽ കണ്ടോ, അവിടെ സ്പൈഡർമാൻ പോണ പോലെയാണ് കേസ് നമുക്ക് എന്തായാലും കാണാനായിട്ട് പറ്റുന്നത്. എൻ്റെ മോന് അത് നല്ലൊരു രസമായ ഒരു കിഡിലൻ ഫീച്ചറുകളൊക്കെ തന്നെയാണ് കേസ്. ഓക്കെ, എൻ്റെ മോന് നമ്മുടെ സ്പൈഡർമാൻ പോണ പോലെ എന്തായാലും ഉണ്ട് കേസ്. നല്ല രസമുണ്ട് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്പൈഡർമാൻ പറന്ന് വലയിടണ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സൂപ്പർ ജമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ. ഓക്കെ, ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. നമുക്കിത് വെച്ച് കുറേ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേസ്. ഓക്കെ, ചാടി എന്തിനെങ്കിലും മണ്ടയ്ക്കൊക്കെ എന്തായാലും കയറാനായിട്ട് എന്തായാലും പറ്റുന്നതാണ്. നമുക്ക് സ്പൈഡർമാനെ പോലെ എന്തായാലും ആവാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇത് വെച്ച് പറ്റുമെങ്കിൽ കേസ് ഒരു സ്പൈഡർമാൻ്റെ ഒരു സ്റ്റോറി വീഡിയോകളൊക്കെ ഇടാനായിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഒരു സാധനം കൂടെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലൊക്കെ ആഡ് ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ആ ഒരു ഡ്രോൺ മോഡിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ്. ഞാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിനെ ഇവിടെ വെച്ച്. ഓക്കെ, എന്നിട്ട് നമ്മുടെ RGS ടൂളിൽ നമ്മുടെ ഏതാണ് DON എന്ന് ഞാൻ എന്തായാലും ഞാനാണിവിടെ DON എന്ന് അടിച്ചിട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഡ്രോണുകളൊക്കെ ഓണാകും. പക്ഷെ നമ്മുടെ ക്യാരക്ടറിനെ എന്തായാലും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് കേസ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കാം. നമ്മുടെ ക്യാരക്ടറിനെ എന്തായാലും കാണാനായിട്ടില്ല. അത് നല്ലൊരു ഫ്യൂച്ചറാണ്. വെച്ചാൽ നമുക്കാണെങ്കിൽ തമ്പനയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫ്യൂച്ചറും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നൈസാണ്. ഓക്കെ, ഇത് നൈസാണ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയുടെ തമ്പനയിലൊക്കെ എന്തായാലും ക്യാരക്ടറിനെ ഇവിടെ വെച്ചിട്ട് വണ്ടിയൊക്കെ ബാക്ക് ചെയ്യാം. അത് നൈസ് ഒരു സൂപ്പറായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, എല്ലാ ക്യാരക്ടറും ഈ സാധനം വർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റിലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്തായാലും നമ്മുടെ ഗെയിമിലൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഏതാണ് നമ്മുടെ ഒരു ഗെയിമിലൊക്കെ നമ്മുടെ RGS ടൂളാണെങ്കിൽ MOD ഓണെന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ പറന്ന് നമുക്ക് എന്തായാലും നമ്മുടെ പ്രോപ്സൊക്കെ എന്തായാലും കൺട്രോൾ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ആ ഒരു ഫ്യൂച്ചർ അവർ മൊത്തത്തിൽ പഴയതുപോലെ ആക്കിയിട്ട് എന്തായാലും ഉണ്ട് കേസൊക്കെ. അതെന്താണ് സംഭവം എന്ന് എനിക്കറിയാം വെച്ചാൽ. അതാണെങ്കിൽ നമ്മളാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ തെറ്റിപ്പോകും കേസ്. അതാണ് കുഴപ്പമെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളാണെങ്കിൽ ചില സ്റ്റോറി വീഡിയോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പം നല്ല രീതിക്ക് ആ സാധനങ്ങളൊക്കെ തെറ്റിപ്പോവുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡ്രോൺ മോഡിൻ്റെ ആ സംഭവം അവർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു ഫ്യൂച്ചറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആഡ് ചെയ്യണം.
അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ, അതേപോലെ എന്തായാലും ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോകൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.